Hi viewers, ഇന്ന് ടെക് ഗാഡ്ജറ്റ് റിവ്യൂ ആണ് തീരുമാനിച്ചിരിക്കുന്നത്. യൂഷ്വലി ട്രാവൽ വ്ളോഗിംഗ് ആണ് ഞാൻ ചെയ്യാറ്. എന്നാൽ കൊറോണ വൈറസിൻ്റെ സ്പ്രെഡ് മൂലം യാത്രകളൊക്കെ കുറച്ചു. അതുകൊണ്ട് വീട്ടിലിരുന്ന് വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ടെക് ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഗൂഗിൾ ക്രോംകാസ്റ്റ് ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം നോർമൽ ടി വി, അതായത് സ്മാർട്ട് ടി വി അല്ലാത്ത നോർമൽ ടി വി നമുക്ക് എങ്ങനെ സ്മാർട്ട് ആക്കാം എന്നുള്ളതിനാണ് ഇത് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത്. ഇത് ഗൂഗിളിൻ്റെയാണ് പ്രൊഡക്റ്റ്. ഇതിപ്പോൾ കിട്ടിയിട്ടിപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 3-4 മാസമായി. അപ്പോൾ ഇപ്പോഴും ഓർത്തു നമുക്കൊന്ന് വ്ളോഗ് ചെയ്യാം ഇതിനെപ്പറ്റി. അതുകൊണ്ട് വ്ളോഗ് ചെയ്യുന്നതാണ്. ട്രാവൽ വ്ളോഗൊക്കെ കുറച്ചു. കൊറോണ വൈറസിൻ്റെ സ്പ്രെഡ് മൂലം നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കണമല്ലോ. അതുകൊണ്ട് ട്രാവൽ വ്ളോഗിംഗ് ഒക്കെ കുറച്ചു. Anyway, so this is our gadget for review. This is a product by Google, and ഇതിൽ സോ സ്മാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാസ്റ്റിംഗ്, അതായത് മൊബൈലിൽ നിന്നുള്ള നമ്മൾ എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നു അത് ടി വിയിലേക്ക് കോപ്പി ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ക്രോംകാസ്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് നോർമൽ ടി വിയിൽ യൂട്യൂബ്, അതുപോലെ തന്നെ പ്രൈം വീഡിയോ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് ക്രോംകാസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും, മൊബൈലിൽ റൺ ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനും നമുക്ക് ടി വിയിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. മൊബൈലിൽ നിന്നും ആൻഡ്രോയിഡ് ഫോൺസ്, അതുപോലെ തന്നെ വിൻഡോസ് ഫോൺസ്, ക്രോമിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏത് വെബ്സൈറ്റും നമുക്ക് ടി വിയിൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഗൂഗിൾ ക്രോംകാസ്റ്റ്. ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ അൺബോക്സ് ചെയ്യാണ്. സോ ദിസ് ഇസ് ദ വൺ ഗൂഗിൾ ക്രോംകാസ്റ്റ്. ഒരു ചെറിയ സാധനമാണ് ഇത്. നിങ്ങൾക്ക് കാണാൻ പറ്റും യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, അങ്ങനെ കുറച്ച് ലിസ്റ്റഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് അതൊക്കെ ഇതിനകത്ത് പ്ലേ ചെയ്യാൻ പറ്റും. സ്പോട്ടിഫൈ. ഇത് ഞാൻ noon.com ഓർഡർ ചെയ്താണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏകദേശം വലിയ പ്രൈസ് ഡിഫറൻസ് ഇല്ല. നമ്മൾ വെളിയിലത്തെ മാർക്കറ്റിലും ഇവിടെയും നമ്മൾ വാങ്ങിക്കുന്നതിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് noon.com വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗാഡ്ജറ്റ്, ഇതിനകത്തുള്ളതാണ്. സോ ദിസ് ഇസ് ദ ക്രോംകാസ്റ്റ്. ഇതിനൊരു HDMI പോർട്ട് ഉണ്ട്, ആൻഡ് ഒരു നമ്മുടെ നോർമൽ പവർ പോർട്ട് ഉണ്ട്, മൈക്രോ USB പോർട്ട്. സോ ഈ ഒരു HDMI നമ്മൾ യൂസ് ചെയ്യുന്നത് സിഗ്നൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. മൈക്രോ USB ആസ് നോർമൽ നമ്മൾ മൊബൈലിൽ യൂസ് ചെയ്യുന്ന മാതിരി പവറിന് വേണ്ടിയിട്ടാണ്. So this is the one which we have. This is the Google Chromecast. പിന്നുള്ളത് ഇതിനകത്ത് ജസ്റ്റ് കവറാണ്. This is the case, and this is the power adapter. ഇതൊരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട് ബോക്സിൽ. One end is normal USB and other one is micro USB. You can use it as a phone charger, phone cable, USB cable. പിന്നുള്ളത് ഇതിൻ്റെ കാറ്റലോഗ്. പിന്നെ പവർ സപ്ലൈ അഡാപ്റ്റർ ഉണ്ട്.
230 volt adapter. So Google Chromecast രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പവർ പ്ലഗിൽ നിന്ന് പവർ നമുക്ക് ഫീഡ് ചെയ്യാം ക്രോംകാസ്റ്റിലേക്ക്, ഇല്ലെങ്കിൽ ടി വിയുടെ USB പോർട്ടിൽ നിന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. സോ രണ്ട് ഓപ്ഷന് വേണ്ടിയിട്ടാണ് വരുന്നത്. ഐദർ യു ക്യാൻ ടേക്ക് പവർ ഫ്രം ദ പവർ സോക്കറ്റ് ഓർ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ദ ടി വി ഇൻസൈഡ്. പിന്നുള്ളത് ഇതിൻ്റെ കാറ്റലോഗ്സ് ആണ്, ഗൂഗിൾ കാറ്റലോഗ്സ്, ഡീറ്റെയിൽസ് ഓഫ് ഹൗ ടു ഇൻസ്റ്റാൾ, അത് ഞാൻ കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട്. This is the descriptive option. Connect to the TV, HDMI port and install the application. ഇതൊരു ഗൂഗിൾ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, either from Play Store or iOS software. ഗൂഗിൾ ക്രോംകാസ്റ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൊബൈലിൽ പ്ലേ ചെയ്യുന്നോ അത് നമുക്ക് ടി വിയിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. And this is the catalog comes with that. Be safe. So these are all the things. So adora we unboxed Google all together now. This is product from Google. So this is the thing. So these are the main USB port. This is the main Google Chromecast. And this is the main USB port, micro USB. നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു. And this is the cable. So let us see how to connect it to the TV port. So ഇതാണ് ടി വി ഡിസ്പ്ലേ. ടി വി ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിൽ USB പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പോർട്ടുണ്ട്, പിന്നെ 4 HDMI പോർട്ടുണ്ട്. അതിലൊരു HDMI ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് ടോപ്പ് ബോക്സിന് വേണ്ടിയിട്ട്, ടി വി ചാനൽ ബോക്സിന് വേണ്ടി. പിന്നെ HDMI 2 ഉണ്ട്, HDMI 3 ആൻഡ് HDMI 4. So we will connect to HDMI 3. ഒരു എൻഡ് HDMI പോർട്ടിലോട്ടും ഒരു എൻഡ് USB പോർട്ടിലോട്ടും. ഓക്കെ, നമ്മൾ ടി വി ഓൺ ചെയ്തു. ഇപ്പോൾ ഡിസ്പ്ലേയിൽ വരുന്നത് ഗെറ്റ് ദി ആപ്പ്. നമ്മൾ ഓൾറെഡി ക്രോംകാസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഗെറ്റ് ദി ആപ്പ്. നമ്മൾ മൊബൈലിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്നും iOS-ലും രണ്ടിടത്തിലും അവൈലബിൾ ആണ്. സോ വി വിൽ സെലക്ട് പ്ലേ സ്റ്റോർ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെലക്ട് ക്രോംകാസ്റ്റ്. ദെൻ വി വിൽ സെലക്ട് ഗൂഗിൾ ഹോം. ഗൂഗിൾ ഹോം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ. ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. So Google Home 99%. Okay, it's installing. Still installation is in progress. Open ചെയ്യാം. So application install ആയിട്ടുണ്ട്. Welcome home. Your content and devices are all in one place. Get started. Okay. Email ID ചൂസ് ചെയ്യണം. ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ചൂസ് ചെയ്യുക. സോ ഐ വിൽ ഗോ ഫോർ sonishvlogz. ഓക്കെ, ലൊക്കേഷൻ ആക്സസ് സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. allow home to access device location. Okay, allow looking for devices. So already application search ചെയ്യാണ്. home Wi-Fi ഇതെല്ലാം സെർച്ച് ചെയ്യാണ്. ഓക്കെ, ക്രോംകാസ്റ്റ് ഫൗണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ബിറ്റ്വീൻ ദ മൊബൈൽ ആൻഡ് ദ ക്രോംകാസ്റ്റ്. വുഡ് യു ലൈക്ക് ടു സെറ്റ് അപ്പ് ക്രോംകാസ്റ്റ് 0772. ഈ സീരിയൽ നമ്പറാണ് ഈ ക്രോംകാസ്റ്റിനുള്ളത്. സോ ആ സെയിം നമ്പർ നമുക്ക് ടി വിയിൽ കാണാം.
772. So yes അടിക്കുക, രണ്ടും സെയിം നമ്പർ മാച്ച് ആവുന്നുണ്ട്. ഓക്കെ, കണക്റ്റിംഗ് ടു Chromecast. ടിവിയിലൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് M6X2. So it is establishing the communication between the mobile and TV. The Wi-Fi network has no internet and connect anyway. Okay, connect. Okay. M6X2 already mobile കാണിക്കുന്നുണ്ട്. So the number is matching. So let us connect. Yes. Okay. Yes, I am in. Okay. Chromecast. Okay, proceed. Where is this device? Chromecastന്റെ ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യണം. ഒരു പല ഓപ്ഷൻസ് തരുന്നുണ്ട്. ആറ്റിക്, ബാക്ക്യാർഡ്, ബേസ്മെൻറ്റിലാണോ, ബാത്റൂം, ബെഡ്റൂം, ഡൈനിങ് റൂം, ഫാമിലി റൂം, ഫ്രണ്ട് യാർഡ്, കിച്ചൺ, ലിവിംഗ് റൂം. ഓക്കെ, ലിവിംഗ് റൂമിലാണ്. സോ ലിവിംഗ് റൂം ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൈഫൈ നെറ്റ്വർക്ക്, അത് ചൂസ് ചെയ്യാം. ഓക്കെ, വിൽ സെലക്ട് ഫോർ ദ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് password. Okay, use password all the time. Okay, yes. Next, connecting to Wi-Fi. So already connected on that. So connecting to SVPP. So TV, mobile, same time നമ്മുടെ home routerലോട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So linking its progress. Your Chromecast uses your Google account to personalize your experience. Okay. Next, so TV display already കൊടുത്തിട്ടുണ്ട്. Almost done. Finish setup in home app, then get to know your device. Okay, learn more. Learning instructions of your. Okay, no need. Next, stay no thanks. Okay, email to. Okay, that's fine. Link video services. Let everyone watch your video service just by asking. Okay, next. Go for next. So all done. Here is a review. So is the Chromecast living room devices connected on the Wi-Fi. So ഈ മൊബൈലിൽ രണ്ട് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹോം റൂട്ടറും ഒന്ന് ക്രോംകാസ്റ്റും. So all the communication is happening between the TV, mobile and home router. Continue. Living room TV is ready. Continue. Okay. Choose a sample clip to learn how to cast. Okay, ഒരു സാമ്പിൾ തരുന്നുണ്ട്. YouTube, Netflix and Lego. Let us skip this tutorial and go for the exact YouTube. Okay, living room. So already application install ചെയ്ത് മെയിൻ സെറ്റപ്പ് കഴിഞ്ഞ് മെയിൻ മെനുവിൽ വന്നിട്ടുണ്ട്. സോ മീഡിയ, റൂട്ടീൻസ്, നമുക്ക് റൂട്ടീൻ സെറ്റ് ചെയ്യാം. ഏത് സമയങ്ങൾ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റിങ്സ്. സോ ലിവിങ് റൂം, ഫസ്റ്റ് ഡിവൈസ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഡൺ. സോ ടി വിയിൽ ലിവിങ് റിമോട്ട് ടി വി എന്ന് കാണിക്കുന്നുണ്ട് ഓൾറെഡി. ദാറ്റ്സ് ഫൈൻ. കാസ്റ്റ് മൈ സ്ക്രീൻ. ഓക്കെ, ഇറ്റ്സ് ഓൾറെഡി ഇൻസ്റ്റാൾ. എൻ്റെ മെയിൻ സ്ക്രീൻ വന്നു. കാസ്റ്റ് സ്ക്രീൻ മൊബൈലിലെ സെയിം ഡിസ്പ്ലേ ടി വിയിൽ കാസ്റ്റ് ചെയ്യാനായിട്ടാണ് 100%. സോ ഓൾറെഡി വന്നിട്ടുണ്ട്. ടി വിയിൽ സെയിം ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. സ്റ്റോക്ക് മിററിങ്, സ്റ്റാർട്ട് മിററിങ്. സ്റ്റോക്ക് മിററിങ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഓഫ് ആവും. പിന്നെ ലിവിങ് റൂം സെലക്ട് ചെയ്യുകയാണെങ്കിൽ കാസ്റ്റ് മൈ സ്ക്രീൻ. ഓക്കെ, ഓക്കെ, കാസ്റ്റ് മൈ സ്ക്രീൻ. സോ മൊബൈലിലെ സെയിം ഡിസ്പ്ലേ ടി വിയിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സോ നമ്മൾ ഓരോ പേജ് മാറുമ്പോഴും സെയിം ടി വിയിൽ കമ്മ്യൂണിക്കേറ്റ് ആയി. സോ ദിസ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ്. ക്രോംകാസ്റ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഏതൊരു നോർമൽ ടി വിയും സ്മാർട്ട് ടി വി ആക്കാം. സോ ഏത് ഡിസ്പ്ലേ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ യൂട്യൂബ് ചെയ്യാൻ. So we'll go to our own website. So same display അതിലോട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. So this is our YouTube channel, sonishvlogz.
അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൈം വീഡിയോ, സോ സെയിം ഡിസ്പ്ലേ അവിടെ കോപ്പി ആയിട്ടുണ്ട്. യു ക്യാൻ വാച്ച് എനി മൂവീസ്, എല്ലാ വീഡിയോയും ഉണ്ട്. സോ ലാപ്ടോപ്പിലെ അതേ ഡിസ്പ്ലേ നമുക്ക് ടി വിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പോയിട്ട് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പ് കോർണറിൽ സെലക്ട് ചെയ്യുക. ഒരു മെനു വരും, ഡ്രോപ്പ് ഡൗൺ മെനു. അതിൽ കാസ്റ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇത് ഗൂഗിൾ ക്രോമിലെ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. കാസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ അതിൽ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് കാസ്റ്റ് ടു വെയർ. നമ്മുടെ ക്രോം കാസ്റ്റിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്ന ഐഡൻറ്റിഫിക്കേഷൻ ലേബിൾ കൊടുത്തിരിക്കുന്നത് ലിവിങ് റൂം ടി വി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ സെലക്ട് ചെയ്യുക, ഇറ്റ്സ് അവൈലബിൾ. ഓക്കെ, ഇറ്റ് ഈസ് കാസ്റ്റിംഗ്. സോ ഇപ്പോൾ നമുക്ക് കാണാം ലാപ്ടോപ്പിൽ അതേ സ്ക്രീന് ടി വിയിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. Then we can start searching any website, it will be displayed onto the TV. സോ ഇങ്ങനെ നമുക്ക് സ്മാർട്ട് ടി വി അല്ലാത്ത ഏത് ടി വിയും നമുക്ക് സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാം ബൈ യൂസിങ് ക്രോംകാസ്റ്റ്. സോ ഇപ്പോൾ കാസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ലാപ്ടോപ്പിൽ നിന്നും നമുക്ക് ടി വി ഡിസ്പ്ലേയിലോട്ട് നമുക്ക് വീഡിയോ കാസ്റ്റ് ചെയ്യാം. സോ ഗൂഗിൾ ക്രോംകാസ്റ്റിനെ പറ്റിയുള്ള ഈ റിവ്യൂ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ക്രോംകാസ്റ്റ് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് 1080p റെസൊല്യൂഷനിൽ വരുന്നുണ്ട്, ഒന്ന് 4Kയിലും അവൈലബിൾ ആണ്. പ്രൊവൈഡഡ് നിങ്ങളുടെ ടി വി 4K ആയിരിക്കണം എന്നെങ്കിലേ അതിന് പ്രയോജനമുള്ളൂ. അതർവൈസ് ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. ദിസ് ഈസ് 1080p. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, and don't forget to subscribe and be safe. ഇത് കൊറോണ കാലമാണ്. ബി ഹൈജീൻ ആൻഡ് മാക്സിമം ശുചിത്വം പാലിക്കുക. പബ്ലിക് സ്പേസിൽ പോയാലും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താലും ബി സേഫ്. കഴിവതും മാസ്ക്, ഹാൻഡ് കർച്ചീഫ് ഒക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യുക. ബൈ ഫോർ